ലോകത്തിൽ മോട്ടോർ വാഹനം ഉപയോഗിക്കാത്ത ഏക സ്ഥലമാണ് ഈ മക്കിനോ ഐലൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കാലത്ത് തന്നെ സൈക്കിളിൽ ഒരു അടിപൊളി റൈഡ് നടത്തി ഗംഭീരമായ കുറേ കാഴ്ചകൾ കാണാം. റെഡിയല്ലേ ഇപ്പോൾ? ഓക്കെ. From Mackinac City, Michigan. അപ്പോൾ നമ്മുടെ എല്ലാ ചങ്കൂട്ടുകാർക്കും വലിയൊരു നമസ്കാരം. ദ വണ്ടർലെസ് കപ്പിളിൻ്റെ പുതിയൊരു കിടക്കാച്ചി യാത്ര അനുഭവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു യാത്ര അനുഭവമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. അതിനായിട്ട് നമ്മളുള്ളത് മിഷിഗൻ എന്ന് പറയുന്ന അമേരിക്കയിലെ സംസ്ഥാനത്ത് മക്കിനോ ഐലൻഡ് എന്ന് പറയുന്ന അതിപ്രശസ്തമായ ഒരു ഐലൻഡാണ്. കണ്ടാൽ കണ്ണ് മഞ്ഞളിച്ചു പോകുന്ന കാഴ്ചകളാണ് അവിടെ. അപ്പം ശേഷം കാഴ്ചകളൊക്കെ നമുക്ക് സ്ക്രീനിൽ കാണാം. നമ്മുടെ ബോട്ട് 9:30 ഇപ്പോൾ സമയം 9 മണിയായിട്ടുള്ളൂ. അപ്പോൾ എന്തെങ്കിലും നൈസായിട്ടൊന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഗ്രാബ് ചെയ്യാമെന്ന് പറഞ്ഞ് വന്നതാണ്. പക്ഷെ വരുന്ന സ്ഥലത്തൊക്കെ ഒടുക്കത്തെ തിരക്കാണ്. വളരെ ചെറിയൊരു കൊച്ചു പട്ടണമാണ് ഈ മാക്കിനോ സിറ്റി എന്ന് പറയുന്നത്. 1889 ഫൗണ്ട് ചെയ്ത ഈ ഒരു സിറ്റി വെറും 7.5 മൈല് ചുറ്റളവ് മാത്രമേ ഉള്ളൂ. അത്രയും എന്താ പറയുക, ചെറിയൊരു പട്ടണമാണ് ഈ മക്കിനോ സിറ്റി എന്ന് പറയുന്നത്. അതേപോലെ സമുദ്രനിരപ്പിൽ നിന്ന് വെറും 597 അടി ഉയരത്തിലാണ് ഈ ഒരു സിറ്റി സ്ഥിതി ചെയ്യുന്നത്. അതേപോലെ ഇവിടുത്തെ സ്ഥിരതാമസക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേവലം 1000 പേരിൽ മാത്രം താഴെയുള്ളൂ. ഞങ്ങൾ സത്യം പറഞ്ഞാൽ കുറച്ച് നേരമായി തിരക്ക് പിടിച്ച് നടക്കുന്നു. കാരണം നമുക്ക് അരമണിക്കൂറിനുള്ളിൽ എന്തെങ്കിലും മേടിച്ച്, കാരണം പോയ റെസ്റ്റോറൻറ്റ് മുഴുവൻ ഫുള്ള് തിരക്കാണ്. എല്ലാം ഈ മക്കിനോ ഐലൻഡിലേക്ക് പോകാനായിട്ട് വന്ന സഞ്ചാരികളാണ്. അങ്ങനെ നമ്മൾ നടന്ന അവസാനം ഒരു KFC കണ്ടെത്തി, എൻ്റെ ഫേവറേറ്റ് സ്ഥലം. ഓക്കെ. അപ്പോൾ അവിടുന്ന് ഈ ബ്രേക്ക്ഫാസ്റ്റ് മേടിച്ച് കഴിച്ച് ഓടാനുള്ള പരിപാടിയാണ്. ചെറിയൊരു പണി പറ്റി. ഞാൻ ആ ഫുഡ് സെറ്റപ്പ് ചെയ്ത ആളോട് ഇങ്ങനെ സംസാരിച്ച് ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ ട്രിപ്പിൽ കെൻഡക്കിയിലുള്ള കോർബിൻ എന്ന് പറയുന്ന സ്ഥലത്തെ KFCയുടെ ഹെഡ്ക്വാർട്ടേഴ്സ്, അവരുടെ ലോകത്ത് ആദ്യമായി സ്ഥാപിച്ച KFC റെസ്റ്റോറൻറ്റിൽ ഞങ്ങൾ പോയി. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ നമ്മുടെ ഫോണിൽ നിന്ന് എടുത്ത് കാണിച്ചു കൊടുത്തു, നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്ത്. ബൈ ദ വേ, ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ അത് കയറി കാണണം. KFC എന്ന് പറയുന്ന എന്താ പറയുക, ലോകത്ത് വറുത്ത ചിക്കനിൽ വിപ്ലവം വരുത്തിയ ആ ഒരു സംഭവത്തെക്കുറിച്ചുള്ള അടിപൊളി വീഡിയോ ആണ്. അപ്പോൾ അത് കാണിച്ചു കൊടുത്തു. പുള്ളി കുറച്ച് കഥകളായിട്ട് വന്നു. നമ്മളാണെങ്കിൽ ടൈമില്ലാണ്ട് ഓടാൻ നിൽക്കുകയാണ്. ഒരു വിധത്തിൽ അവിടുന്ന് സ്കൂട്ടായി. അതുപോലെ റോഡ് സൈഡിലൊക്കെ എന്താ പറയുക, നല്ല റെസ്റ്റോറൻറ്റുകൾ, പുറത്ത് ചെയറൊക്കെ ഇട്ട് സെറ്റപ്പ് ചെയ്ത് നമുക്ക് അവിടെ ഇരുന്ന് കഴിക്കാം. ഒരു അടിപൊളി പട്ടണം എന്ന് പറഞ്ഞാൽ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഏതൊരു സഞ്ചാരിയും ഇഷ്ടപ്പെടുന്നൊരു സ്ഥലമാണ് ഈ മക്കിനോ സിറ്റി. ഇവിടുന്നാണ് നമ്മൾ ഫെറി കയറി ആ മക്കിനോ ഐലൻഡിലേക്ക് പോകുന്നത്. പക്ഷേ നമുക്ക് ഇവിടെ പാർക്കിംഗ് ഇവിടെയല്ല. ഈ ഒരു 2 ബ്ലോക്ക് അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ ഇവർ തന്നെ പാർക്കിംഗ് ഉണ്ട്. അവിടുന്ന് പിന്നെ അവർ ഷട്ടിൽ സർവീസിൽ നമ്മളെ ഈ ഫെറിയിലേക്ക് എത്തിക്കും. നമുക്ക് പോകാനുള്ള ഷട്ടിൽ ബസ്സുകൾ ഇവിടെ വന്ന് കിടക്കുന്നുണ്ട്. ഇത് ഇവിടുന്ന് അധികം ദൂരമൊന്നുമില്ല ഫെറിയിലേക്ക്. ജസ്റ്റ് എന്താ പറയുക, ഒരു 2 ബ്ലോക്ക് ഇപ്പുറം. പക്ഷെ അവിടെ പാർക്കിംഗ് സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഇവർ ഇങ്ങനെ ഒരു സിസ്റ്റം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഷട്ടിലിൽ കയറി നേരെ അപ്പുറത്തേക്ക് പോവുക. മെത്തി സ്ഥലമെത്തി. Thank you. Have a good day. You too. Thank you. Now. മുതലാളി ചങ്ക ചക ചക. നമുക്ക് പോകാനുള്ള ഫെറി ഇതാണ്. അപ്പോൾ ഇവിടുന്ന് ഏകദേശം ഒരു 20 മിനിറ്റ് ആണ് ഈ മക്കിനോ ഐലൻഡിലേക്ക്. ലോകത്തിലെ
ഏറ്റവും നീളം കൂടിയ 27ാമത്തെ പാലമാണ് ഈ 26,372 അടി നീളമുള്ള ഈ മക്കിനാവ് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഇത് 1954 പണി തുടങ്ങി 1957 ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നത്. നമ്മളിപ്പോൾ ഈ പൊക്കോണ്ടിരിക്കുന്ന ഈ തടാകം എന്ന് പറയുന്നത് ഹുയിറോൺ എന്ന് പറയുന്ന തടാകമാണ്. അതായത് ലോകത്തെ ഏറ്റവും വലിയ തടാകങ്ങളിൽ 4ാം സ്ഥാനത്ത് നിൽക്കുന്ന തടാകമാണ് ഈ ഹുയിറോൺ. ഏറ്റവും വലിയൊരു ശുദ്ധജല തടാകമാണിത്. എൻ്റെ പൊന്നോ, ഒരു 3-4 ലോകമഹായുദ്ധം കഴിഞ്ഞൊരു ഫീലാണ്. കാറ്റെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയുണ്ടായിരുന്നില്ല. മുടിയൊക്കെ കണ്ടില്ലേ, മറ്റേ പാടത്തെ പശു നക്കിയ പോലെ ചപ്രം ചിപ്ര, ഒരു രക്ഷയുണ്ടായിരുന്നില്ല. അന്യായ കാറ്റും തണുപ്പും. വല്ലാത്തൊരു റൈഡ് തന്നെയായിരുന്നു. ലോകത്തിൽ തന്നെ ഏറ്റവും മനോഹരങ്ങളായ സ്ഥലങ്ങളൊന്നാണ് ഈ മക്കിനോ ഐലൻഡ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ഈ ദ്വീപിലാണ് ഉള്ളത്. ഈ ദ്വീപിൻ്റെ ഒന്നാമത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിധത്തിലുള്ള മോട്ടോർ വാഹനങ്ങളും ഈ ദ്വീപിൽ അനുവദീയമല്ല. ഇവിടെ ആകെ ഉപയോഗിക്കുന്നത് ഹോഴ്സ് ബഗ്ഗി ആണ്. ഈ കാണുന്ന പോലുള്ള ഹോഴ്സ് ബഗ്ഗിയിലാണ് നമുക്ക് ഈ ഒരു ഐലൻഡ് ദ്വീപ് മുഴുവൻ ചുറ്റിക്കറങ്ങാനായിട്ടുള്ള സൗകര്യം. കാലത്ത് തന്നെ ഒത്തിരി പേര് ഐലൻഡിൽ ഓൾറെഡി എത്തിയിട്ടുണ്ട്. വളരെ ബിസിയായി തുടങ്ങി. 10 മണി ആയിട്ടുള്ളൂ ഇപ്പോൾ സമയം. പക്ഷേ എന്താ പറയുക, നല്ല ബിസിയായി. അടിപൊളി. ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലോകത്തിൽ മോട്ടോർ വാഹനം ഉപയോഗിക്കാത്ത ഏക സ്ഥലമാണ് ഈ മക്കിനോ ഐലൻഡ് എന്ന് പറയുന്നത്. അതിനൊരു കാരണമുണ്ട്. 1901 വരെ ഇവിടെ വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുമായിരുന്നു. പക്ഷേ വാഹനങ്ങൾ പിന്നീട് ഒരുപാട് എന്താ പറയുക, ഇതേപോലത്തെ ഹോഴ്സ് ബഗ്ഗിനെയും അതേപോലെ ടൂറിസ്റ്റുകൾ, കാരണം ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഈ ഐലൻഡിൽ വരുന്നത്. ടൂറിസ്റ്റുകളുടെ ദേഹത്ത് ഇടിച്ച് അങ്ങനെ ആക്സിഡൻ്റൊക്കെ ആയപ്പോഴാണ് ഇവിടുത്തെ അതോറിറ്റി ഈ മക്കിനോ ഐലൻഡിൽ മോട്ടോർ വാഹനം വേണ്ട എന്ന് വെച്ച് അങ്ങനെ ബാൻ ചെയ്യുന്നത്. ഒരു രക്ഷയിലാണ്. അടിപൊളി സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ரொம்ப പിടിച്ചു. ഒത്തിരി പേര് ഇതേപോലെ സൈക്കിൾ റൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഹോഴ്സ് ബഗ്ഗിയിൽ ടൂർ ചെയ്യുന്ന ആൾക്കാർ. ഒരു രക്ഷയിലാണ്. കംപ്ലീറ്റും റിസോർട്ടുകളാണ് ഇവിടെ. റിസോർട്ടിന് പേര് കേട്ടൊരു സ്ഥലമാണ് ഈ മക്കിനോ ഐലൻഡ് എന്ന് പറയുന്നത്. ഒരുപാട് സെലിബ്രിറ്റികൾ, എന്താ പറയുക, ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും സെലിബ്രിറ്റികൾ അവരുടെ അവധിക്കാലം ചെലവഴിക്കാനായിട്ട് വരുന്നൊരു സ്ഥലമാണ് ഈ മക്കിനോ ഐലൻഡ്. അത്രയ്ക്കും എന്താ പറയുക, എക്സ്പെൻസീവായിട്ടുള്ള റിസോർട്ടുകളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. ഒരു രക്ഷയില്ല മച്ചന്മാരെ. ഈ കാണുന്നതൊക്കെ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള റിസോർട്ടുകളാണ്. ഇതിലൊക്കെയാണ് ഒത്തിരി സെലിബ്രിറ്റികൾ വന്ന് തങ്ങുന്നത്. ഒരു രക്ഷയിലാണോ, ഗംഭീര സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് തിരിച്ചു പോകാൻ തോന്നില്ല, അത്രയ്ക്ക് രസമാണ്. ഹുയിറോൺ എന്ന് പറയുന്ന ഈ പഞ്ചമഹാ തടാകങ്ങളിലെ ഒന്നായ ഈ തടാകത്തിൻ്റെ നീളം എന്ന് പറയുന്നത് 333 കിലോമീറ്റർ ആണ് ഇതിൻ്റെ നീളം. അതേപോലെ ഇതിൻ്റെ വീതി എന്ന് പറയുന്നത് 295 കിലോമീറ്റർ. ഇതിൻ്റെ ആഴം പല ഭാഗത്ത് പല ആഴങ്ങളാണ്. 171 അടി മുതൽ
700 അടി വരെ ആഴമുള്ളൊരു ശുദ്ധജല തടാകമാണ് ഈ കാണുന്നത്. ഇത് ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ തടാകങ്ങളിൽ 4ാം സ്ഥാനത്ത് നിൽക്കുന്ന തടാകമാണ് ഈ ഹ്യൂറോൺ എന്ന് പറയുന്നത്. കണ്ണീര് പോലത്തെ ക്ലിയർ വെള്ളമാണ്. സോ നമുക്ക് ഇങ്ങനെ സൈക്കിൾ റൈഡ് ചെയ്യുന്ന സമയത്ത് ഇടയ്ക്ക് ഇങ്ങനെ നിർത്തി നല്ല നല്ല കാഴ്ചകൾ കാണുന്ന സ്ഥലമുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ നല്ലൊരു സ്പോട്ടിൽ നിർത്തിയിരിക്കുകയാണ്. ആർച്ച് റോക്ക് എന്ന് പറയും. കിടിലൻ കാഴ്ചയാണ്. പക്ഷേ അത് കാണണമെങ്കിൽ 207 സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോകണം. സോ ആർ യു റെഡി ഫോർ ദ ഹൈക്ക്? Yep. Let's go. അപ്പോൾ കാലത്ത് ഇത് നല്ലൊരു വർക്കൗട്ടും കൂടെയാണ്. Hey, how do you feel? Tired. It's exhilarating. Oh. Blood's definitely pumping. സംഭവം 207 സ്റ്റെയർ ഉള്ളൂ. പക്ഷേ കട്ടയ്ക്ക് കുത്തനെ കിടക്കണം, മേളിലേക്ക് കിടക്കണം. കാരണം ശരിക്കും നമ്മൾ ആ മേളിൽ കയറി വന്നപ്പോഴത്തേക്ക് ഊപ്പാട് ഇളകിപ്പോയി. ജിയോളജിസ്റ്റിൻ്റെ പഠനപ്രകാരം ഓൾമോസ്റ്റ് ഒരു 4000 വർഷങ്ങൾക്ക് മുമ്പ് ഇത് ശരിക്കും കോണാകൃതിയിലുള്ള ശിലകൾ കൂടിച്ചേർത്ത ഒരു ആർച്ച് റോക്കായിരുന്നു. പക്ഷേ ഇത് വെള്ളത്തിന് മുകളിൽ 100 അടിയോളം പൊന്തിയതാണ്. പിന്നീട് ഈ തടാകത്തിലെ വെള്ളം വന്ന് തട്ടി ഇതിൻ്റെ ബേസ് മുഴുവൻ എടുത്ത് കളഞ്ഞ് ഇപ്പം വലിയൊരു ഹോളായി മാറി. അത് എന്താ പറയുക, ഒരു ബ്യൂട്ടിഫുൾ കാഴ്ചയാണ് ഇവിടുന്ന് കാണാനായിട്ട്. അങ്ങനെയാണിതിപ്പോൾ ആർച്ച് റോക്ക് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ ഒരു ഹ്യൂറോൺ എന്ന് പറയുന്ന ഈ ഒരു മഹാ തടാകത്തിൽ ഏകദേശം 30,000 ചെറുതും വലുതുമായിട്ടുള്ള ദ്വീപുകളാണ് ഉള്ളത്. സോ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ദ്വീപുകളുള്ള തടാകം എന്നൊരു പേരും കൂടെ ഈ ഒരു ഹ്യൂറോൺ എന്ന് പറയുന്ന തടാകത്തിനുണ്ട്. അതിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള മക്കിനോ ഐലൻഡിലാണ് നമ്മൾ നിൽക്കുന്നത്. മക്കിനോ ഐലൻഡിൽ നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന ഒരു സ്പോട്ട് വളരെയധികം ചരിത്രപ്രധാനമുള്ളൊരു സ്ഥലമാണ്. കാരണം 1812, അതായത് ബ്രിട്ടീഷ് അമേരിക്കൻ യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ജൂലൈ 16, 17 തീയതികളിലായിട്ട് കുറേ ബ്രിട്ടീഷ് പട്ടാളക്കാരും അതേപോലെ കുറേ ബ്രിട്ടീഷ് യാത്രക്കാരും അതുപോലെ അവരെ അനുകൂലിച്ചിരുന്ന നേറ്റീവ് അമേരിക്കൻസിൻ്റെ ഒരു ഗ്രൂപ്പും കൂടെ സെൻറ്റ് ജോസഫ് എന്ന് പറയുന്ന മറ്റൊരു ദ്വീപിൽ നിന്ന് ഈ മക്കിനോ ഐലൻഡിൽ ഇവിടെ വന്നിട്ട് ഇവിടെ മക്കിനോ ഫോർട്ട് ഉണ്ട്. അത് അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ പട്ടാളക്കാരുടെ കീഴിലായിരുന്നു. അവിടെ ലിeutenant പോർട്ടർ ഹാങ്കും അതേപോലെ 57 അമേരിക്കൻ പട്ടാളക്കാരുണ്ടായിരുന്നു. അവരോട് സറണ്ടർ ചെയ്യാൻ പറഞ്ഞ ഒരു സ്പോട്ടാണിത്. അപ്പം ഒരുപാട് നേറ്റീവ് അമേരിക്കൻസ് കൊല്ലപ്പെടുമെന്നുള്ള ഒറ്റ കാരണങ്ങൾ കൊണ്ട് ഒരു ഫൈറ്റ് ഒഴിവാക്കാനായിട്ട് ഈ ലിeutenant പോർട്ടർ ഹാങ്ങും അതേപോലെ 57 അമേരിക്കൻ പട്ടാളക്കാരും സറണ്ടർ ചെയ്ത ഒരു സ്പോട്ടും കൂടിയാണിത്. അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ ഒരു കാന്യോൻ ഇവിടെ വെച്ചിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് ഐലൻഡിൻ്റെ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള കോട്ടേജുകളാണ്. ഒടുക്കത്തെ ഭംഗിയിലാണ് സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. യൂഷ്വലി ഇതൊക്കെയാണ് സെലിബ്രിറ്റികൾ വന്നു കഴിഞ്ഞാൽ താമസിക്കുന്ന ഒരു പ്ലേസ് എന്ന് പറയുന്നത്. ഇത് ഡെവിൾസ് കിച്ചൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പോയിൻ്റാണ്. വേറൊന്നുമല്ല, ചുണ്ണാമ്പ് കല്ലിൻ്റെ ഒരു എന്താ പറയുക, ഒരു രൂപം, ചുണ്ണാമ്പ് കല്ലിൽ തീർത്ത ഒരു ഫോർമേഷനാണിത്. ഇവിടുത്തെ സ്കൂളാണ് ഇത്. ഒരു ടൂറിസ്റ്റ് ടൗൺ മാത്രമല്ല, ഇവിടെ അത്യാവശ്യം കുറച്ച് ആൾക്കാർ താമസിക്കുന്നുണ്ട്. ഇവിടെ വെറും 1000-ൽ താഴെ മാത്രമാണ് ഇവിടുത്തെ ജനസംഖ്യ എന്ന് പറയുന്നത്. അത്രയും പേരാണ് ഇവിടെ താമസിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഐലൻഡിൻ്റെ ഒരു 3/4 ഭാഗവും
ഈ മക്കിനാക്ക് ഐലൻഡ് സ്റ്റേറ്റ് പാർക്കാണ്. അതിൻ്റെ ഒരു കാൽഭാഗത്ത് മാത്രമാണ് ഈ 1000-ഓളം വരുന്ന ആൾക്കാർ താമസിക്കുന്നത്. ഇത് അവരൊക്കെ വീടാണിത്. അപ്പം റിസോർട്ടുകൾ മാത്രമല്ല, അത്യാവശ്യം ഇവിടെ വീടുകളും കാര്യങ്ങളും ഉണ്ട്. ഇതൊക്കെ ഇവിടുത്തെ റെസിഡൻസിൻ്റെ വീടാണ് ഈ കാണുന്നത്. അങ്ങനെ നമ്മൾ ഈ ഐലൻഡിൻ്റെ ഏറ്റവും ബേസിലുള്ള ഈ ലേക്കിൻ്റെ ഷോർ വഴിയുള്ള ഈ റോഡ് വഴി ഒരു 8 മൈൽ ദൂരം, അതായത് ഒരു 8 കിലോമീറ്ററും ഏകദേശം ഒരു 13 കിലോമീറ്റർ ആണ് നമ്മളൊരു അടിപൊളി ബൈക്ക് റൈഡ് നടത്തി. പക്ഷേ ഇതുകൊണ്ട് ഇവിടെ തീർന്നിട്ടില്ല. ഇനി നമ്മൾ ഇവിടുത്തെ എന്താ പറയുക, ഈ ബിൽഡിങ്ങുകളും പഴയ രീതിയിലുള്ള ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ കാണാൻ പോവാണ്. അതിമനോഹരമായിട്ടുള്ള കെട്ടിടങ്ങളും കാഴ്ചകളുമാണ് ഒത്തിരി നമുക്കിവിടെ കാണാനുണ്ട്. ഇവിടെ നിന്നാണ് നമ്മൾ സൈക്കിൾ യാത്ര തുടങ്ങിയത്. ഭൂമി ഉണ്ടതാണെന്ന് മനസ്സിലായില്ലേ? തുടങ്ങിയിടത്ത് തന്നെ നമ്മൾ തിരിച്ചെത്തി. നമ്മുടെ നാട്ടിൽ ടാക്സി പേട്ടയിൽ വണ്ടി എടുക്കുന്ന പോലെ ഇവരിങ്ങനെ റെഡി ആയിട്ട് നിൽക്കും. അപ്പോൾ ഇവിടെ ബോട്ടിൽ വന്ന് ഇറങ്ങുന്ന യാത്രക്കാർ, സഞ്ചാരികൾ ഇവരോട് സംസാരിച്ച് മണിക്കൂറിന് എത്രയാണ് അല്ലെങ്കിൽ എത്ര മണിക്കൂർ നേരത്തെ റൈഡാണ് വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ നമ്മളെ കൊണ്ട് കറക്കി കാണിക്കും. അതാണ് ഇവരുടെ പരിപാടി. ഇത് ലിറ്റിൽ സ്റ്റോൺ ചർച്ച് എന്ന് പറയും. 1900-ലാണ് ഇത് ഒരു ഗോത്തിക് സ്റ്റൈലിൽ പണിതിട്ടുള്ളൊരു ചർച്ചാണ്. മൊത്തം കല്ലുകളാണ്, ഉണ്ടക്കല്ലുകളൊക്കെയാണ് ഈ ഒരു ചർച്ചിൻ്റെ കൺസ്ട്രക്ഷനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല രസമായിട്ടുള്ളൊരു കൊച്ചു ചർച്ചാണ്. ഈ മാക്കിനോ ഐലൻഡിലെ ഏറ്റവും പഴയ വീടാണ് ഈ കാണുന്നത്. 1780 പണിതൊരു വീടാണ്. അത് ഇന്നും ഇവിടെ സൂക്ഷിക്കുന്നുണ്ട്. ഈ കാണുന്ന ബിൽഡിങ് ഈ മക്കിനാക്ക് ഐലൻഡിലെ 3-in-1 ആണ്. അതായത് ഇതാണ് ഇവിടുത്തെ കോടതി, പോലീസ് സ്റ്റേഷൻ, അതേപോലെ ഫയർ സ്റ്റേഷൻ്റെ ബിൽഡിങ്. ആക്ച്വലി ഈ മക്കിനാക്ക് ഐലൻഡിൽ ആദ്യമായിട്ട് എത്തുന്നത് 1670 ഒരു ജെസ്യൂട്ട് പ്രീസ്റ്റാണ്. ഫാദർ ക്ലൂഡ് ഡബ്ലൂൺ എന്ന വ്യക്തിയാണ് ആദ്യമായിട്ട് ഇവിടെ വരുന്നത്. ആയിരത്തി 1670 മിഷണറി ബാർക്ക് ചാപ്പലാണ് ഈ കാണുന്നത്. അങ്ങനത്തെ ഒരു സെറ്റപ്പ് നിങ്ങൾക്ക് കാണാം. ഇത് മൊത്തം ശരിക്കും മരത്തിൻ്റെ തോലാണ്. ഇതിൻ്റെ മേൽഭാഗവും സൈഡിലും ഒക്കെ അടിച്ചിരിക്കുന്നത് മരത്തിൻ്റെ തോലാണ്. കമ്പ് വളച്ച് എല്ലാ സൈഡിൽ നിന്നും കമ്പ് വളച്ച് ഉത്തരം പോലെ കൂട്ടിയിട്ട് അതിനകത്ത് പക്ക മരത്തിൻ്റെ തോലാണ് ഇളക്കി അടിച്ചിരിക്കുന്നത്. ഇതിൻ്റെ പുറംഭാഗം മുഴുവൻ ഇതേപോലെ മരത്തിൻ്റെ തോലാണ് കംപ്ലീറ്റ് അടിച്ചു വെച്ചിരിക്കുന്നത്. ആ കുന്നിന് മുകളിൽ കാണുന്നതാണ് മക്കിന ഐലൻഡിലെ പോർട്ട്. ഇത് പോർട്ടിൻ്റെ താഴത്തു നിന്നുള്ളൊരു വ്യൂ ആണ്. ഇത് ഒരു ട്രിനിറ്റി ചർച്ചാണ്. 1837 എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളൊരു ചർച്ചാണ്.
മക്കന ഐലൻഡിലെ ഒരു അടിപൊളി ദിവസം കഴിഞ്ഞത് നമ്മൾ വീണ്ടും ദേ മക്കന സിറ്റിയിലേക്ക് തിരിച്ചെത്തി. അടിപൊളിയായിരുന്നു. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാലത്ത് കുറച്ച് നേരം ഈ മക്കന സിറ്റി ഒന്ന് കറങ്ങിയായിരുന്നു ആ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയത്ത്. അപ്പം ഇപ്പോൾ നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്, ഇതുവരെ ഇരുട്ടായിട്ടില്ല. സമയം ഇപ്പോൾ 6:30 കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ കുറച്ചും കൂടെ ഈ സിറ്റി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനുള്ള പരിപാടിയാണ്. ഒത്തിരി കാഴ്ചകൾ ഇവിടെയും കാണാനുണ്ട്. അപ്പോൾ നമുക്കൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. അങ്ങനെയുണ്ട് സംഭവം കൊള്ളാം. ഇതെടുത്താലെന്നൊരു ആഗ്രഹമുണ്ട്. ഇതിലാകുമ്പോൾ ഗ്രേറ്റ് ലേക്സ്, അതായത് 5 പ്രധാന പഞ്ചമഹാ തടാകങ്ങളുണ്ട്. ഇതാണ് സുപ്പീരിയർ ലേക്ക്, ഇത് ദ ഗ്രേറ്റ് മിച്ചിഗൺ ലേക്ക്, ഇത് ഹുറോൺ, ഇത് എറി, ഇത് ഒൻറ്റാറിയോ. ഇതാണ് പഞ്ചമഹാ തടാകങ്ങൾ. ഇതാണ് പടച്ചാലവുണ്ട്. അപ്പോൾ ഈ വീഡിയോ കണ്ട നിങ്ങൾക്കത് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ യാത്ര, ഈ മക്കന ഐലൻഡിലെ യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പക്ഷേ പുതിയ പുതിയ സ്ഥലങ്ങളായി, കാഴ്ചകളായി, അറിവുകളായി, യാത്രാ അനുഭവങ്ങളായിട്ട് നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കും. സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ഫ്രം ദ വണ്ടർലെസ് കപ്പിൾ.